സഭയോടൊത്ത് ഈ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിനുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ലോകത്തെ മുഴുവൻ ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ഈ ദേശത്തെ മുഴുവൻ ദൈവത്തിന്റെ സംരക്ഷണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും നമ്മെ മോചിതരാക്കണമെന്ന് പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ തന്നെ കടലാക്രമണത്തിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും ഒക്കെ എഴുതി അനുഭവിക്കുന്ന എല്ലാ ജനങ്ങളെയും ദൈവത്തിലേക്ക് നമുക്ക് നിമിഷം ഓർക്കാം. ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ സമയം ദൈവത്തിന്റെ കരുണ നമുക്ക് ആവശ്യം. മനുഷ്യൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു അനിവാര്യത തന്നെയാണ്. മനുഷ്യന്റെ അനിവാര്യതയാണ്. നമ്മുടെ ദേശത്തിൽ നമ്മെ രക്ഷിക്കണമെന്ന്, നമ്മുടെ പാപങ്ങളിൽ നമ്മെ മോചിപ്പിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആവശ്യകത തന്നെയാണ്. ഈ നിമിഷം പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് യേശു ഭൂമിയിലേക്ക് ആഗതനായി അവർക്ക് വേണ്ടിയിട്ട്, മനുഷ്യന് വേണ്ടിയിട്ട് ദൈവം യാഗമായി തീരും. ദൈവത്തിനായ യേശു യാഗമായി തീരും. നിമിഷം നമ്മുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ, നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മെ മോചിപ്പിക്കണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ ജനങ്ങളുടെയും നിയോഗങ്ങളെ നിമിഷം ദിവസത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദിവസത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധതയിൽ ഏറ്റവും യോഗ്യതയോടെ നമുക്ക് പങ്കുചേരുകയും ചെയ്യാം. സഹോദരന്റെ നാം യോഗ്യരാകേണ്ടത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദിവ്യമായ ആനന്ദത്തിൽ ആർത്തുവസിക്കുവാനും കൃപകളുടെ ഭക്താനുഷ്ഠാനങ്ങൾ സന്തോഷിക്കുവാനും ഞങ്ങൾക്ക് അമിതയാക്കിയല്ലോ. എന്നതാണ് ഈ പ്രിയപ്പെട്ടതായ യേശുക്രിസ്തുവിന്റെ ആരോപണം ഞങ്ങളുടെ സന്തോഷമാകുന്നു. ശിരസിന്റെ മഹത്വം വെട്ടിയെടുത്ത് ശരീരത്തിന്റെ പ്രത്യാശയും നിറവേറുവാനാകട്ടെ. അങ്ങയോടുള്ള പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേൾക്കണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഹല്ലേലൂയ തെയോഫിലോസ്, യേശു താൻ തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗ്ഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവരായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം പട്ടണത്തിലിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുന്നു. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന്റെ രാജ്യം പ്രസ്താവിച്ച് നൽകുന്നത് ഇപ്പോഴാണ്? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെത്തി സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലയേ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട യേശു സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടെത്തുന്നില്ലയോ?
ജയഘോഷത്തോടും പ്രാർത്ഥനാമത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോപണം ചെയ്തു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കുവാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവന്റെ പ്രാപ്തപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഘോഷനാക്കി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവന്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാകുന്ന അവന്റെ പൂർണ്ണതയുമാണ്. കർത്താവിന്റെ വചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും പഠിപ്പിക്കുകയും ഇതാ ലോകാവസാനം വരെ എല്ലാ ദിവസവും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നിങ്ങളോടുകൂടെ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഈശോ 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കൈയിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു. അവർ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു.
കർത്താവിന്റെ സുവിശേഷം. ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ളവരെ, നാം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണ മഹോത്സവം നമ്മൾ ആചരിക്കുകയും ക്രിസ്തു മരിച്ചതിന് ശേഷം 40-ാം ദിവസം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യും. 40-ാം ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു 40-ാമത്തെ ദിവസം. എന്നാൽ ഭാരതത്തില് നമ്മള് കത്തോലിക്ക സഭയിൽ തീർച്ചയായിട്ടും എടുത്തിരിക്കുന്ന ഒരു കാര്യം കർത്താവിന്റെ ദിവസം, കർത്താവിന്റെ തിരുനാളുകൾ ആചരിക്കുക എന്നുള്ള കാരണങ്ങൾ കൊണ്ട് ഈ ദിവസം നമ്മൾ കർത്താവിന്റെ മഹോത്സവം നമ്മൾ ആചരിക്കുന്നു. ഇങ്ങനെ കർത്താവിന്റെ ദിവസങ്ങൾ പലതും നമ്മുടെ ഇടദിവസങ്ങളിലുള്ളത് കർത്താവിന്റെ തിരുനാളുകൾ നമ്മൾ ഞായറാഴ്ച ദിവസമാണ് നമ്മൾ ആചരിക്കാനുള്ളത്. ഇന്നും സാഘോഷം കർത്താവിന്റെ സ്വർഗാരോഹണ മഹോത്സവം കൊണ്ടാടുവാനായിട്ട് നമ്മൾ ഇവിടെ ആയിരിക്കുകയാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് ഭൂമിയിലേക്ക് ആകുന്നതായത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ ഓരോ കാര്യങ്ങളും കർത്താവിന്റെ ഓരോ ജീവിതവും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ജീവിതാനുഭവങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മൾ യാത്ര ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എപ്രകാരമായിരിക്കുമോ അതുപോലെ തന്നെയാണ്. അതായത് ക്രിസ്തുവിനെ അനുകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തുവിന്റെ ജനനം, അതുപോലെ തന്നെ തിരുസഭയിലായിരിക്കും നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ മുതലാക്കുന്ന ജ്ഞാനസ്നാനങ്ങളെന്ന് പറയുന്ന ഉല്ലാസം, അതുപോലെ നമ്മുടെ കർത്താവിന്റെ ദിവസത്തിന്റെ ആചരണങ്ങൾ, വിശുദ്ധമായിട്ടുള്ള ആചരണങ്ങൾ, സാബത്ത് ദിവസങ്ങൾ, ഇവയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആചരിക്കുന്നതാണ്. പാപം കൂടാതെ ഭൂമിയിലായിരിക്കുക വലിയ ലക്ഷ്യം, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നൽകിയിരിക്കുന്ന ലക്ഷ്യത്തെ എത്തിപ്പിടിക്കുക, ഇതൊക്കെ ക്രിസ്തു കാണിച്ചു തന്ന വലിയൊരു മാതൃക തന്നെയാണ്. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ക്രിസ്തു കാണിച്ച വലിയ മാതൃക മാതാപിതാക്കന്മാരെ അനുസരിച്ചുകൊണ്ട്, മുതിർന്നവരെ അനുസരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം എന്താണോ അതുപോലെ ജീവിക്കുവാനായിട്ട്, ദൈവത്തിന്റെ വചനം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട്, ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് മനുഷ്യ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് പരിശ്രമിച്ച ക്രിസ്തുവാണ്. തീർച്ചയായിട്ടും നമ്മൾ അനുകരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അനുകരിക്കുന്ന വലിയ ഒരു വ്യക്തിത്വം തന്നെയാണ് ദൈവപുത്രനായ ക്രിസ്തു. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ദൈവവും നാഥനും ഗുരുവും ഒക്കെ ആയി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു. ഇന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ നമ്മൾ ഈ തിരുവചനം മുഴുവൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗാരോഹണത്തെ കുറിച്ച് തന്നെയാണ്. ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്തു ആരോഹണം ചെയ്തത് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ഈ തിരുവചനത്തിലെല്ലാം നമ്മൾ കാണുന്നു. ശിഷ്യന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. ശിഷ്യന്മാർ എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണമെന്ന് ഇവിടെ പറയുന്നു. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് നിങ്ങൾ ജെറുസലേമിൽ തന്നെ ആയിരിക്കുക, നിങ്ങൾക്ക് ഞാൻ നൽകുന്ന സഹായിക്കാൻ വരുന്നത് വരെ, ഞാൻ നൽകുന്ന പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ ആയിരിക്കുക. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷത്തില് കർത്താവിന്റെ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക. അത് വലിയൊരു സന്ദേശം ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ വിശ്വാസം ഇതോടെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഇന്ന് കൈക്കൊണ്ടിരിക്കുന്ന ഈ വലിയ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് തരുവാനായിട്ട് ശിഷ്യന്മാരെ യേശു ഫലമേൽപ്പിക്കുന്ന രംഗം തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടുമുട്ടുകയും ചെയ്യുന്നത്. ഇവിടെ നിന്ന് ക്രിസ്തു ആരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന വലിയ വാഗ്ദാനമാണ് ഈ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്ന ക്രിസ്തുവിനെ നമ്മൾ ഇവിടെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. വീണ്ടും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണ് ക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് തന്നെ പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതിനാണ്. ഞാൻ പോയി സ്ഥലം സജ്ജമാക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോകും. നമുക്ക് സ്ഥലം സജ്ജമാക്കുവാനായിട്ട് പോകുന്ന ക്രിസ്തുവാണ്. സ്വർഗത്തിലേക്ക് പോകുന്നത് നമുക്ക് സ്ഥലം സജ്ജമാക്കുവാനായിട്ട്. ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു താൽക്കാലിക വസ്തുതയാണ്. നമ്മൾ കാത്തിരിക്കുന്നത് ഈ സ്വർഗരാജ്യത്ത് ക്രിസ്തുവുമായിട്ടുള്ള ഈ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ഈ ക്രിസ്തുവുമായിട്ടുള്ള വലിയ സഹവാസത്തിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. നന്മ ചെയ്യുന്നുകൊണ്ട് ക്രിസ്തു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളും നിയമങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് ക്രിസ്തു മാർഗത്തിലൂടെ ചരിക്കുവാനായിട്ട്
ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുവാനായിട്ട് ഈ ഭൂമിയെ ക്രിസ്തുവാകുന്നതായത് പാപികളായ മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ കാണുന്നത് നമ്മെ കുറ്റപ്പെടുത്തുന്ന, നമ്മെ പഠിച്ചു പറയുന്ന, നമ്മെ ഓരോ കാര്യത്തിലും കുറ്റപ്പെടുത്തുന്ന സാത്താനെ നമ്മൾ അവിടെ കാണുന്നു. ഈ സാത്താന്റെ കുലതന്ത്രങ്ങളിൽ നമ്മെ രക്ഷിക്കുവാനായിട്ട്, ഈ കുറ്റപ്പെടുത്തലുകൾ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു വലിയ മധ്യസ്ഥൻ, വലിയ സഹായിയായിട്ട് തന്നെയാണ് ക്രിസ്തു ഈ ഭൂമിയിലായതുകൊണ്ട് നമ്മളുടെ വേദനകൾ അനുഭവിച്ച് നമ്മോട് താതാത്മ്യപ്പെട്ട് ജീവിച്ച് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തത്. തീർച്ചയായിട്ടും പറയുവാനായിട്ട് സാധിക്കും. നമ്മെ സ്വർഗത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് ദൈവപിതാവിനോട് നമുക്ക് വേണ്ടിയിട്ട് നിരന്തരം മധ്യസ്ഥം വഹിക്കുവാനായിട്ട്, നിരന്തരം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങളിൽ ദത്തസ്ഥനായിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തത്. തീർച്ചയായിട്ടും ഈ സ്വർഗാരോപണ മഹോത്സവം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട അവസരമാണ്. അനേക മഹാമാരിയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. വെള്ളപ്പൊക്ക ദുരിതങ്ങൾ അനുഭവിക്കുന്ന ധാരാളം പേര് നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കടൽക്ഷോഭം മൂലം ഒരുപാട് പേർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭവനങ്ങൾ നഷ്ടമായവരുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കുവാനായിട്ട് ഈ ദിവസം നമ്മോട് ആഹ്വാനം ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മോട് ഈ ദിവസം ആഹ്വാനം ചെയ്യുകയും അവർക്ക് നമ്മോട് പറയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്. അനേകം വ്യാധികൾ ഉണ്ടാകുന്നത് ഈ കൊറോണയുടെ സമയത്ത് തന്നെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ കൂടുതൽ പടർന്നു പിടിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കാം, നിരന്തരം പ്രാർത്ഥിക്കാം. നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉത്തരം നൽകുന്നതാണ് ചെയ്യും. നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ പക്കലേക്ക് ഉയരാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഈ നശിച്ചു വന്നു പോകുന്നത്. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ അതരങ്ങളെ കൊണ്ടുള്ള വ്യായാമം മാത്രമാക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരം നീചമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, കണ്ണീരോട് പ്രാർത്ഥിക്കാം, വിലാപത്തോടുകൂടി പ്രാർത്ഥിക്കാം. ഈ നാഥനോട് സ്വർഗാരോപണം ചെയ്ത ഈ കർത്താവായ ക്രിസ്തുവിനോട് നമ്മുടെ ജീവിതത്തിലെ മാർഗം ഇത് തന്നെയാണ്, നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം തന്നെയാണ് സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യം വെച്ച് മുന്നേറുവാനായിട്ട് എല്ലാ തരത്തിലും സാധിക്കണമെന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും നമുക്ക് ഈ വിശുദ്ധ പ്രത്യേകം ഓർക്കാം. സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാവരും നമ്മുടെ ഇടയായിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുക, സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുക. ഓരോ പുണ്യപ്രവർത്തികൾ അവിടേക്കുള്ള ഓരോ പടികളായിട്ട് നമുക്ക് അനുഭവവേദ്യമാകുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ സൽക്കർമ്മങ്ങളും ഇത് സ്വർഗത്തിലേക്കുള്ള ഓരോ പടികളായി തീരുവാനായിട്ട് നമ്മെ നമ്മുടെ ജനത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ നമുക്ക് പങ്കുചേരാം. എല്ലാവരുടെയും സംരക്ഷണത്തിനായിട്ട് ഈ വിശുദ്ധ നമുക്ക് ദൈവത്തെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ വിശ്വാസത്തിലേക്ക് പറയാം. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, Ego, Vishnu, Sattvico, Apostolic,
കർത്താവേ, അങ്ങേ പുത്രന്റെ ധന്യമായ സുഖാനുഭവത്തിന് വേണ്ടി പ്രാർത്ഥനാവിധരായി ഞങ്ങളിപ്പോൾ ഉയർത്തിയിരിക്കുന്നു. ഈ പരമപരിശുദ്ധതയിലേക്കാൾ സ്വർഗത്തിലേക്ക് ഞങ്ങൾ ഉയർത്തപ്പെടാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ ഉദ്ധാനത്തിന് ശേഷം തന്റെ എല്ലാ ശിഷ്യന്മാർക്കും പ്രത്യക്ഷ ദർശനങ്ങൾ നൽകി. അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ദൈവീകതയിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ സ്വർഗത്തിലേക്ക് എഴുതപ്പെടുകയും ചെയ്തു. ആകയാൽ സന്തോഷത്താൽ ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നതശാക്തികന്മാർ മാലാഖവൃന്ദങ്ങൾ അഭിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ കർത്താവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വജനാദികളും സൗചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ പ്രവർത്തനത്താൽ അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലിയായി നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയുമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കാൻ ഈ തിരുവത്താഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രന്റെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യ രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത്
നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ താഴെയും പാനപാത്രമെടുത്ത് അങ്ങേക്ക് തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ വിലാസങ്ങളും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവനായകവും പരിപാലനവുമായി വഴി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെയും പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വെളിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ഒരു വസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിന്റെ ശരീരം ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കാനും അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേറ്റപ്പെട്ടവരോടുള്ള അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാകണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ ആത്മീയ ഭർത്താവായ പവിത്ര യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ സാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജനത്തിന്റെയും സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ ഉപരാമീഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും മെത്രാൻ പദവിയുള്ളവരോടും വൈദികരോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണം. അങ്ങേ തിരുമുമ്പിലെത്തുവാനുള്ള തിരുവുള്ളമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ യാപൂർവം കേട്ടെടുക്കണമേ. കരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണം. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്തിൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന് മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവപിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി നയിക്കട്ടെ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും.
രക്ഷാകരമായ കൽപ്പനകളാൽ അനുഭവത്തിനായി ദിവ്യോപദേശത്താൽ രൂപവൽക്കൃതരായി നിർഭയം നമുക്ക് ഈശ്വരനാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങളുടെ നാഥാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെപ്പോൾ നിന്നുള്ളം പാലിടുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്ക് നൽകുമാറായിടേണം. അന്യദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കുക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കൈമാറി നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിനെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹായിക്കാൻ ശക്തി പ്രാപിച്ച് ഞങ്ങളെ പൂർണ്ണ പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ദൈവം അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നാലും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവർ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുക. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സ്വസ്ഥം പ്രാപിക്കും.
ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ? എന്നോട് ചേരാൻ, എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ? ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ? എന്നോട് ചേരാൻ, എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ. വൈകാതെ വന്നിടണേ ആത്മനായക. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ? നെഞ്ചകം നിറയെ വിരുമ്പും നൊമ്പരമെല്ലാം മറയ്ക്കാൻ. നെഞ്ചകം നിറയെ വിരുമ്പും നൊമ്പരമെല്ലാം മറയ്ക്കാൻ. തിരുമാറെന്നെ ചേർക്കുവാൻ മനസ്സാകണേ. തിരുമാറെന്നെ ചേർക്കുവാൻ മനസ്സാകണേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനുമായ ദൈവമേ, ഇന്നത്തെ സ്വർഗീയ രഹസ്യങ്ങൾ ആഘോഷിക്കുവാൻ നിയുക്തരായവരെ അങ്ങ് അനുവദിക്കുമല്ലോ. ഞങ്ങളുടെ പ്രകൃതി അങ്ങയോടൊപ്പമായിരിക്കുന്നിടത്തേക്ക് ക്രിസ്തീയ ഭക്തിയുടെ ശൈലിയിൽ ഞങ്ങളെ നയിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ വിശേഷിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഈ ദിനം സ്വർഗത്തിലുള്ളതിലേക്ക് പ്രവേശിക്കുകയും അവിടുന്നായിരിക്കുന്നിടത്തേക്ക് ചെന്ന് ചെയ്യുവാൻ കവാടം തുറന്നുതരികയും ചെയ്ത തന്റെ ഏകജാതന പിതാവും സർവശക്തനുമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷ ദർശനം നൽകിയ പോലെ വിധിയാനായി വരുമ്പോൾ അവിടുന്ന് നിങ്ങളിൽ നിത്യകാലം സംവീതനായി കാണപ്പെടാൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് തന്റെ പ്രതാപത്തിൽ പിതാവിനോടൊപ്പം എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ യുഗാന്തം വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം സന്തോഷപൂർവ്വം അനുഭവിച്ചറിയുവാൻ പ്രാപ്തരാകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ ആയിരുന്നു നിങ്ങളിൽ വാഗ്ദാനം എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. നിധിവിരോധനായ ഈശോയെ, അങ്ങയുടെ ദാസനായ അങ്ങയുടെ പരിശുദ്ധമായ ശരീരം ദിവസം തോറും അവരുടെ രക്ഷിതരായ മരിക്കുന്നവരെ സംരക്ഷിക്കണമേ. അങ്ങയുടെ ദിവ്യകാരുണ്യത്താൽ അവരുടെ നാളുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ ഓരോരുത്തരുടെ നമ്മെ ഉപയോഗിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ഗൗരവസ്ഥയിലാക്കുകയും സംശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ ദിവ്യസ്നേഹം അവരെ ലോകത്തിലുള്ള
പരിശുദ്ധമറിയം അവിടുത്തെ സ്നേഹവും സംരക്ഷണം അനുഭവിക്കുകയും ഈശോ അങ്ങയോടൊപ്പം മനുഷ്യനായി വളരുകയും ചെയ്തുവല്ലോ. ഭാഗ്യപ്പെട്ട വിശുദ്ധ ഞങ്ങളും അങ്ങ് പിതാവായിരിക്കണമേ. ഞങ്ങളുടെ ജീവിത പാതയിലൂടെ വഴി നടത്തണമേ. ഞങ്ങളുടെ കൃപയും കാരുണ്യവും ധൈര്യവും വാങ്ങിത്തരണമേ. ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. ഭാഗ്യപ്പെട്ട വിശുദ്ധ ഞങ്ങളുടെ അർത്ഥങ്ങളിൽ അങ്ങേക്കൊണ്ടുവരുന്ന അങ്ങേ പരിശുദ്ധമായ സഹായിച്ചതിനു ശേഷം അങ്ങേ മധ്യസ്ഥതയെ ഞങ്ങളുടെ മനുഷ്യരുടെ രാഷ്ട്രീയമോ ദൈവത്തിന്റെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.